തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ ജോലി. മാസം 40,000 രൂപ ശമ്പളം. അങ്ങനെ വാടാനപ്പള്ളി സ്വദേശിയായിട്ടുള്ള സുനിത ബംഗളൂരുവിലേക്ക് വണ്ടി കയറുകയാണ്. എന്തിനാണ്? തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണം. അതിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പോറ്റണം എന്നുള്ളിടത്തല്ല, അവർ പോറ്റിക്കൊണ്ടിരുന്ന 160 തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകണം. ആ ഉത്തരവാദിത്തമായിരുന്നു സുനിതയ്ക്കുണ്ടായിരുന്നത്. ആ സുനിതയെയാണ് അടിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞത്. ബംഗളൂരുവിലെ ഈ തെരുവുനായ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഓണർ അടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത. നോക്കൂ, 160 തെരുവ് നായ്ക്കളെ സുനിതയും ഭർത്താവ് ഷിൻഡോയും കൂടെ അവരുടെ നാട്ടിൽ പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് വാടാനപ്പള്ളി ഭാഗത്തുള്ള ഏതാണ്ട് 7 സ്കൂളുകളിൽ നിന്ന് മിച്ചം വരുന്ന ഭക്ഷണമുണ്ട്. ഇത് പൊതിഞ്ഞെടുത്ത് ഇവർ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇത് കൊണ്ടുവന്ന് ഈ തെരുവ് നായ്ക്കളെ എല്ലാം പോറ്റും. അങ്ങനെയാണ് അവരെ കൊടുത്ത് അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്കൂൾ അടച്ചല്ലോ. സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണം കിട്ടാൻ വകയില്ലാതെയായി. ഇതോടുകൂടി മറ്റൊരു ഉപജീവന മാർഗം തേടാനായിട്ട് സുനിത നിർബന്ധിതയാവുകയാണ്. അപ്പോഴാണ് ബംഗളൂരുവിലുള്ള ദീപക് കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തെരുവ് നായ്ക്കളെ നോക്കാനായിട്ട് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്നുള്ള പരസ്യം അല്ലെങ്കിൽ ആ വിവരം ഇവരിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും സുനിതയ്ക്ക് 160ഓളം തെരുവ് നായ്ക്കളെ നോക്കി ശീലമുണ്ട്. അവരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ അറിയാം. ദീപകിനെ വിളിക്കുന്നു. 40,000 രൂപ ശമ്പളം പറഞ്ഞുറപ്പിക്കുന്നു. അങ്ങനെ ബംഗളൂരുവിലേക്ക് വണ്ടി കയറുന്നു. ബംഗളൂരുവിലേക്ക് വണ്ടി കയറുന്ന സുനിതയ്ക്കൊപ്പം സഹോദരിയുടെ മകൾ കൂടിയുണ്ട്. വെക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് വല്യമ്മയുടെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവളും വണ്ടി കയറി. അങ്ങനെ ഇവർ അവിടെ ചെന്ന് ഇറങ്ങുന്നു. ദീപകിനെ കാണുന്നു. അവർ ഒരു ചെറിയൊരു കോമ്പൗണ്ടിന് നടുവിൽ ചെറിയൊരു വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ സുനിതയ്ക്കൊപ്പം സുനിതയുടെ അനുജത്തിയുടെ മകളും മറ്റൊരു കയ്പമംഗലം സ്വദേശിയായിട്ടുള്ള യുവതിയും കൂടി ഉണ്ടായിരുന്നു. ഏപ്രിൽ 17 സുനിത അവിടെ ജോലിക്ക് ചെല്ലുന്നത്. ഏതാണ്ട് മെയ് 3 ആകുമ്പോഴേക്കും, മെയ് 2 തന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും തന്നെ സുനിതയ്ക്ക് ബോധിക്കുന്നില്ല. അല്ലെങ്കിൽ ദീപക് കൃഷ്ണന്റെ പെരുമാറ്റം ഒന്നും ബോധിക്കുന്നില്ല. കാരണം ദീപക് കൃഷ്ണനെ തീരെ ഭയമില്ല സുനിതയ്ക്ക് എന്നുള്ളത് ദീപക് കൃഷ്ണനെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് അനിയത്തിയുടെ മകൾ പറയുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഈ പക ദീപക് കൃഷ്ണന്റെ മനസ്സിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാവുകയാണ്. അങ്ങനെ പല പൊരുത്തക്കേടുകൾ തോന്നിയതോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് സുനിതയ്ക്ക് തോന്നിക്കാണണം. ആ സമയത്ത് സുനിത മെയ് 3-ാം തീയതിയോട് കൂടി സുനിത പറയുകയാണ്, എനിക്ക് തിരിച്ചു പോകണം, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന്. അത് ആദ്യമൊക്കെ ദീപക് കൃഷ്ണൻ സമ്മതിക്കുന്നു. പിന്നീട് വൈകിട്ട് വെള്ളമടിച്ചു വന്ന ദീപക് കൃഷ്ണൻ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. തല പലവട്ടം ഭിത്തിയിൽ ഇടിപ്പിക്കുന്നു, നെഞ്ചിൽ ചവിട്ടുന്നു. ചവിട്ടി വീഴ്ത്തിയ സുനിതയെ തലയിൽ ചവിട്ടുന്നു, നിലത്തിട്ട് തലയിൽ ചവിട്ടുന്നു എന്ന് വേണ്ട കൊടൂര മർദ്ദനമാണ് പിന്നീട് സുനിത ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. സുനിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് അബോധാവസ്ഥയിലാകുന്നു. ഈ രണ്ടുപേരും, അനിയത്തിയുടെ മകളും കയ്പമംഗലം സ്വദേശിയായ യുവതിയും തടുക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. പക്ഷേ കത്തി കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നിട്ട് അനിയത്തിയുടെ മകളോട് ദീപക് കൃഷ്ണൻ പറഞ്ഞത് 18 വയസ്സാവട്ടെ, നിന്നെ എടുത്തുകൊള്ളാമെന്നാണ്. ഇവിടെ കിടന്ന് ചത്തു തുളഞ്ഞു പോയാലും ആർക്കും എനിക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവും സംഭവിക്കുന്നില്ല, എനിക്ക് യാതൊരു ഭയവുമില്ല എന്നാണ് ദീപക് കൃഷ്ണന്റെ തിരിച്ചുള്ള മറുപടി, പ്രതികരണം അങ്ങനെയായിരുന്നു. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ദീപക് കൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ദീപക് കൃഷ്ണൻ ഒരു മെസ്സേജ് ഇടുകയാണ് സുനിതയുടെ ഭർത്താവ് ഷിൻഡോയ്ക്ക്. അവളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, ചത്തു കഴിഞ്ഞാൽ ബാക്കി അപ്പോ നോക്കാം. നോക്കൂ, ആ ഒരു മനുഷ്യന്റെ ക്രൂരത എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ഭയമില്ലായ്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. വീഡിയോ മെസ്സേജ് ആണ് വിട്ടിരിക്കുന്നത്. അത് വിടാനും ഇയാൾക്ക് യാതൊരു മടിയുമില്ല. ഒരു സ്ത്രീയെ അടിച്ച് ചവിട്ടി, നിലത്തിട്ട് ചവിട്ടി, ഭിത്തിയിൽ തലയിടിപ്പിച്ച
മൃതപ്രായയാക്കിയതിനു ശേഷം അവരുടെ ഭർത്താവിന് മെസ്സേജ് ഇടുക കൂടി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നും, ഇയാൾക്ക് നല്ല ഉന്നത ബന്ധങ്ങൾ ഉണ്ടാകാം. കാരണം അവിടെ ബംഗളൂരു പോലീസിന്റെ നിലപാടുകളും സംശയാസ്പദമാണ്. ബംഗളൂരു പോലീസിനെ വിവരമറിയിച്ച ശേഷം ഇവർ വരുമ്പോഴും ഇവർ വളരെ കാര്യമായിട്ട് അതിലേക്ക് ഇടപെടുന്നില്ല. അനിയത്തിയുടെ മകളും ഈ കയ്പമംഗലം സ്വദേശിയായിട്ടുള്ള യുവതിയുമൊക്കെ നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവരതൊന്നും കേൾക്കുന്നതേയില്ല, ഗൗനിക്കുന്നതേയില്ല. ബംഗളൂരു പോലീസ് എത്തുന്നത് തന്നെ വീട്ടിലേക്ക് അനിയത്തിയുടെ മകൾ ഈ സംഭവങ്ങൾ ദീപക് കൃഷ്ണൻ പോയതിനു ശേഷം വിളിച്ചു പറയുകയാണ്. അവിടെ നിന്ന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് വീട്ടുകാർ വിവരം അറിയിക്കുന്നു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ബംഗളൂരു പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ആ സ്ഥലത്തേക്ക്, ആ പ്രദേശത്തേക്ക് ഈ പറയുന്ന ബംഗളൂരു പോലീസ് എത്തുന്നത്. ഈ നായ സംരക്ഷണ കേന്ദ്രം ഉണ്ടായിരുന്നത് ദേവനഹള്ളിക്ക് സമീപമായിരുന്നു. അപ്പോൾ ആദ്യം ഇവിടെ എത്തുന്ന സമയത്ത് കുഴപ്പമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മദ്യപാനവും ദീപകിന്റെ സ്വഭാവത്തിലെ പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇതോടുകൂടിയാണ് തിരിച്ചു പോകുന്നു എന്ന് സുനിത പറയുന്നത്. അപ്പോൾ തന്നെ ദീപക് ചോദിച്ച ചോദ്യം, എന്തിനാണ് നീ തിരിച്ചു പോകുന്നത്, നിനക്ക് എന്തിനാണ് പോയിട്ട് കാര്യം എന്നുള്ളതായിരുന്നു. അയാളോട് സംസാരിക്കാനേ തീരെ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇവർ വിളിച്ചു പറയുന്നു. പിന്നീട് ബംഗളൂരു പോലീസ് എത്തുന്നു. ബംഗളൂരു പോലീസ് എത്തുമ്പോഴേക്കും ഈ രണ്ട് പെൺകുട്ടികൾക്കൊപ്പം സുനിതയെ പൂട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ്. പൂട്ട് പൊളിച്ചാണ് പോലീസ് അകത്ത് കിടക്കുന്നത്. ആ സമയം തിരിച്ചെത്തുന്ന ദീപക് പോലീസിനെ ഉൾപ്പെടെ ഈ വീടിനുള്ളിൽ പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഈ വീടിനുള്ളിലേക്ക്, ഈ കോമ്പൗണ്ടിലേക്ക് കയറുന്നത് പോലും മതില് ചാടി കടന്നാണ്. അപ്പോൾ അത്രത്തോളം നിഗൂഢമായ ഒരു സ്ഥലത്താണ് ഈ തെരുവ് നായ സംരക്ഷണ കേന്ദ്രം ദീപക് നടത്തിയിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും മതിൽ ചാടിക്കടന്ന് പൂട്ട് പൊളിച്ച് അകത്തെത്തിയ ബംഗളൂരു പോലീസിനോട് അവർക്കറിയാവുന്ന ഭാഷയിൽ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഗൗനിച്ചതേയില്ല എന്നുള്ളതാണ്. ഇതിനുശേഷം മൃതപ്രായയായി കിടക്കുന്ന സുനിതയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. 4ഓളം ഹോസ്പിറ്റലിലാണ് എത്തിച്ചത്. എന്നാൽ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം പോലീസ് കൂടെ വന്നിരുന്നു. പിന്നാലെ വാടാനപ്പള്ളി സ്റ്റേഷനിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ വിളിച്ചു പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ബംഗളൂരു പോലീസ് അവിടെ നിന്ന് തടി തപ്പുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലാതെ ഇവരവിടെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ദീപകിന്റെ സുഹൃത്തിനൊപ്പമാണ് നാട്ടിലേക്ക് പോകാൻ പോലും ബംഗളൂരു പോലീസ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബംഗളൂരു പോലീസുമായിട്ട് ദീപക് കൃഷ്ണന് നല്ല കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരമായി പെരുമാറിയ ഒരാളോട് ഇത്ര മൃദ സമീപനം പോലീസിന് എടുക്കാൻ കഴിയുന്നത്? കൺമുൻപിൽ പ്രതി ഉണ്ടായിട്ട് പോലും ബംഗളൂരു പോലീസ് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നലെ ബംഗളൂരു പോലീസ് വാടാനപ്പള്ളി എത്തിയപ്പോൾ മർദ്ദിച്ച കാര്യമൊന്നും ഞങ്ങൾ പറഞ്ഞില്ല എന്നാണ് സഹോദരിയുടെ മകൾ പറയുന്നത്. എന്നാൽ ഇവർ വളരെ കൃത്യമായിട്ട് തന്നെ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ദീപകിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ബംഗളൂരു പോലീസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.